വെൽക്കം ടു ജസീസ് ഫുഡ് ബുക്ക്. ഹാപ്പി ദീപാവലി. ദീപാവലി ആയിട്ട് ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്, നാൻകട്ട. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടല്ലോ ഇതിന്. അതിന് വേണ്ടിയിട്ടുള്ള 2.5 കപ്പ് മൈദ, 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് ഡാൽഡ അതായത് ഗീ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഏലക്കായ നന്നായിട്ട് പൊടിച്ചെടുത്തത്. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലോട്ട് ഗീ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണ്ട, അല്ലാത്ത നെയ്യ് മതി. 1 കപ്പ് ഉരുക്കിയത്. ഇതിലോട്ട് 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പൊടിച്ചു വെച്ച ഏലക്കായ 1 ടീസ്പൂണിലൊക്കെ ചേർക്കാം. നന്നായി യോജിപ്പിക്കുക. ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 ഭാഗമായിട്ട് ചേർക്കാം. അത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കി എടുത്ത് വെച്ച മൈദ കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. കുഴച്ചിട്ട് നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പിടിക്കുമ്പോൾ ഉരുളാക്കണ പരുവം, അതാണ് ഇതിൻ്റെ ശരിക്കുള്ള പരുവം. ഇനി നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേയിൽ ഉരുളാക്കി വയ്ക്കാം. ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിലോട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വയ്ക്കാം. ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് എടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് വയ്ക്കാൻ. എന്തായാലും ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് എന്തായാലും ഒന്ന് ഡബിളാവും, സൈസാവുന്നു. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ട്രൈയിലോട്ട് വെക്കാം. ഒന്നതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതാണ്. ബേക്ക് ചെയ്യാൻ ടൈം മാത്രമേ വേണ്ടുള്ളൂ ഇതിന്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ബിസ്ക്കറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ബേക്കിംഗ് ട്രേയിൽ എന്തായാലും ബട്ടർ പേപ്പർ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബട്ടർ പേപ്പർ എന്തായാലും ഇടണം. എല്ലാം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു കട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്, ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഇതുമ്മ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയുള്ള ഡിസൈനും. ഇനിയിപ്പോൾ അങ്ങനത്തെ കട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുമ്മ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഡിസൈൻ ആവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് വയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഓവണിനനുസരിച്ച് മാറ്റമൊക്കെ വരും. നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ടൈമായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. എല്ലാം ബേക്കായിട്ടുണ്ട്. നമുക്കിനി തണുത്തതിന് ശേഷം എടുക്കാൻ പറ്റില്ല. നല്ലോണം തണുക്കണം. പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ എല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ഒരു ബിസ്ക്കറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.